നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ ചോദ്യ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായ ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ്. കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് 9ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്താണ് നിപുണായോഗം ചെയ്ത് നിൽക്കുന്നത്. ലാഭാധിപതിയും ഭാഗ്യാധിപതിയും കർമ്മസ്ഥാനത്ത് ഒരുമിച്ച് യോഗകാരകനായി നിൽക്കുന്നത് കാരണം തൊഴിലിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. ശുഭകർത്തരി യോഗം ചെയ്തിട്ടാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ യോഗമുണ്ട്. കാരണം ഇതിനു മുമ്പ് വ്യാഴം മാറുന്നതിന് മുമ്പ് കുറച്ച് ദോഷങ്ങളും തടസ്സങ്ങളും വരുന്നു. അഷ്ടമത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്, 5ലെ അനിഷ്ടസ്ഥാനത്തായിരുന്നു ശനി നിന്നിരുന്നത്. അപ്പോൾ കുറച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിരുന്നു ചോദ്യ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നതെങ്കിൽ അതിലൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അനുകൂലമായിരിക്കുന്ന നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ഗവൺമെൻറ് ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക്, ലിസ്റ്റിൽ വന്നവർക്കൊക്കെ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതേപോലെ തന്നെ മറ്റു തൊഴിലുകൾ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ കിട്ടാൻ യോഗമുള്ള സമയമാണ്. ഉള്ള തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. പക്ഷേ നിവർത്തി സ്ഥാനാധിപതി ഘടനകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് ഭാര്യയ്ക്ക് ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങളുള്ളത് കൊണ്ടും മാനസിക ടെൻഷൻ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ്റെ രീതിയും കാണുന്നുണ്ട്. കാരണം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് 5ാം ഭാവത്തിൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക. 5ാം ഭാവാധിപതി 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്താണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ മുഖാന്തരം മാനസികമായിട്ടുള്ള ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സന്തോഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും ചിന്തകളൊക്കെ വരികയും അതുകൊണ്ടുള്ള മൂഡ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണെങ്കിലും കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനുള്ള യോഗം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ പ്രധാനമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതേസമയത്ത് മറ്റുള്ള രീതിയിൽ ഭവന സംബന്ധമായിട്ടുള്ള രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ വേണം പറയാൻ. കാരണം 6ാം ഭാവത്തിലാണ് 4ാം ഭാവാധിപതി നിൽക്കുന്നതെങ്കിലും 3, 6, 11 ഭാവങ്ങൾ 4ാം ഭാവാധിപതി ആയിരിക്കുന്ന ശനിക്ക് ഇഷ്ടസ്ഥാനമായത് കാരണം ഭവന സംബന്ധമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എങ്കിൽ പോലും കുറച്ച് കാലപ്പഴക്കമുള്ള രീതിയിലുള്ള ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം കൊണ്ട് മാനസിക ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ ഭവന സംബന്ധമായിരിക്കുന്ന രീതിയിലൊക്കെ ഇടയ്ക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും ലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും അവനവൻ തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ലഗ്നാധിപതിയായിരിക്കുന്ന ശുക്ര സ്വക്ഷേത്ര ബലവാനാണ്, പക്ഷേ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാരണം കൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളും ചില സമയത്ത് ദോഷമായിട്ട് വരാം. അതേപോലെ തന്നെ മറ്റൊന്ന്, കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് മുട്ടുവേദന, കാലിന് മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള വേദന, ഇതുപോലുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, കാലുവേദന, കൈവേദന, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യുക, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ശരീരം നീരാജനം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.